ഞാനായിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ള ആരോട് സബ്സ്ക്രൈബറോട് ഇങ്ങോട്ട് എടുക്കാൻ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു പർച്ചേസിങ് വീഡിയോ ആണ്. നമ്മുടെ അനിയൻ്റെ കല്യാണം കേട്ടോ. ഈ ഒരു 4-5 തീയതികളിൽ നമ്മുടെ അനിയൻ്റെ കല്യാണം നടക്കുകയാണ്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വീട്ടിലേക്ക് വരിക. പിന്നെ കല്യാണം വിളിച്ചിട്ട് പലക്ക് പൈരം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, നമ്മളിന്ന് ഓൾറെഡി പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ചെറിയൊരു പർച്ചേസ് വീഡിയോ കിട്ടുമ്പോൾ നമുക്ക് അങ്ങാടിക്ക് കുട്ടിക്ക് ചിരി വരുന്നുണ്ട്. ഇത് ഉമ്മാവന്നെ മനസ്സിലായി. ഇത് എന്താണ് ഗൈസ്, നമ്മുടെ ഇന്ന് കല്യാണ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമ്മളെ കൂടെ ഇപ്പൊ നമ്മളെ ഉമ്മയുണ്ട്, ഫലക്കുണ്ട്, ക്യാമറമാൻ നമ്മുടെ മുഫീദുണ്ട്, ഫലാബിണ്ട്. ഇതാ ഫലാബി ഉറക്കാന്ന്. ഫലാബിന്റെ ഉമ്മയുണ്ട്. ഫലാബിന്റെ ഉമ്മ ഇതാ ക്യാമറക്ക് മുന്നിൽ വരാൻ മടിയാണ്. അപ്പൊ ഗൈസ്, ഫറാദിന്റെ ഭാര്യ മുഷാനും വെയിറ്റ് ചെയ്യാണ്. സമയം ഏകദേശം 12:30 മണിയായി. വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂറായി. ഗൈസ്, അവർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ഒരു 3-4 ദിവസത്തുള്ള വീഡിയോസ് മൊത്തം കല്യാണ വീഡിയോസ് ആയിരിക്കും. അതോ ഫലാബി എണീച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കല്യാണ വീഡിയോസ് ആയിട്ട് അടിച്ച് പൊളിച്ച് കാണാം. കല്യാണമായിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ള ആരോട് സബ്സ്ക്രൈബറോട് ഇങ്ങോട്ട് എടുക്കാൻ സബ്സ്ക്രൈബർ ആരോട് വരണോ പറയുന്നത്. ഈ ഭാഗത്ത് അടുക്കരുത്, അടുക്കരുത് പറയുന്നത്. അപ്പൊ ഗൈസ്, നിങ്ങൾ പരമാവധി വരാണ്ടിരിക്കുക. ഞാൻ വിളിച്ചാൽ മാത്രം ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഒരു വൈറലും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഗൈസ്, എൻ്റെ ഉമ്മാക്ക് ഭയങ്കര പരാതി. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് പിന്നെ 4-5 കൊല്ലായി. ഇതുവരെ എനിക്ക് ബെൽബട്ടൺ കിട്ടിയിട്ടില്ല. ഞാനവിടെ എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് ഭയങ്കര പരാതി. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിച്ച് ഉമ്മാനൊരു ചലഞ്ചാക്കി എടുത്തിട്ട് നമ്മളെ എൻ്റെ യൂട്യൂബ് ചാനൽ വിജയിപ്പിക്കുക. ഈ ഉമ്മാന്റെ മുന്നിൽ എനിക്ക് നെളിന് നിൽക്കണം ഗൈസ്, പ്ലീസ്. സമയം നിങ്ങളെ കാത്തുനിന്ന് നിന്നിട്ട് തന്നെ നമ്മളെ സമയം പോയല്ലോ. ഞങ്ങൾ എന്താണ് ഒരു ഉത്തരവാദിത്തമില്ല. എനിക്ക് ഉത്തരവാദിത്തമില്ല. ഏയ് ഫലാബി എന്ന് പറയുന്നത് മൊയ്സ് ടാറ്റ പറയും. ടാറ്റ പറയടാ. മുപ്പി മുർഷിദും സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പർച്ചേസിന്. അവരെന്തോ ഷാള ഡ്രസ്സായിട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മളിതാ കാറിലുണ്ട്. ഫറാദിന്റെ കുട്ടീനെ നോക്കുന്നു, ഞാൻ എന്റെ കുട്ടീനെ നോക്കുന്നു. ഇപ്പൊ പുറത്തു പോയുള്ള അവസ്ഥ ഇതാണ്. എന്താ കാലത്തിന്റെ പോക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് പർച്ചേസെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ നാസ്ത അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുലരി ഹോട്ടലിൽ വന്ന് നല്ല ചെമ്മീൻ റോസ്റ്റും അതുപോലെ തന്നെ അയക്കൂറ ഫ്രൈയും അതുപോലെ തന്നെ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു, പേര് മറന്നുപോയി. അത് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഭക്ഷണം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ നിക്ഷാനിലേക്ക് വന്നിട്ടുണ്ട്. നിക്ഷാൻ ചെറിയൊരു സാധനം എടുക്കാൻ വേണ്ടി ഫറാദ് പോയിട്ടുണ്ട്. അയ്യോ, 8 മാലയായി കേസ്. അങ്ങനെ ആപ്പാൻ്റെ ഷോപ്പിൽ കയറിയിട്ട് ഒരു ബാഗ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ആപ്പാൻ്റെ ഏട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ കല്യാണം വിളിച്ച്. അതുപോലെ തന്നെ നമ്മളെ ബ്രോക്ക് ഇവരുണ്ടായിരുന്നു. ഗൈസ്, നമ്മളെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ ഫറാദ് എത്തി. എല്ലാവരും എത്തിയിട്ടുണ്ട്. മൊയ്സ് എല്ലാവരും എത്തി. പരിപാടിയിലൊക്കെ സാധനം പർച്ചേസ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. ഓക്കെ, വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.